ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ഇൻകം പ്ലാനിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ ഈ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ആണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നല്ലൊരു ഇൻകം പ്ലാനിനെ കുറിച്ചിട്ടാണ്. അത്യാവശ്യം നല്ല മന്ത്ലി ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്കൊരു ഇൻകം പ്ലാനെ കുറിച്ച് പരിചയപ്പെടാം. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു സ്റ്റേക്കിംഗ് ആണ്. ഓക്കെ, ഇത് സ്റ്റേക്കിംഗ് ഏത് കോയിൻ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് എല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ ഇത് കേൾക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്ന ഡ്യൂണെക്സ് ആപ്പിനെ കുറിച്ച് ഡ്യൂണെക്സ് കോയിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് തരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 1.53 ആണ്. INR വരുന്നത് 1.53 ആണ്. ഓക്കെ, അതിൻ്റെ US$ ആക്കുമ്പോൾ 0.02 സംതിങ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 1.53. നിങ്ങളൊരു കാര്യം ജസ്റ്റ് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓൾ ടൈം ഹൈ എത്രയെന്ന് അറിയും? ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 556 RS ആണ് ഓൾ ടൈം ഹൈ. ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും ലോ ലെവലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ വാങ്ങുന്നത് ബൈ ദ ഡിപ്പ് എന്ന് പറയുന്നില്ല, ഇതാണ് ഏറ്റവും വാങ്ങാൻ പറ്റിയ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഹോട്ട് ബിറ്റിൽ, ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഹോട്ട് ബിറ്റിലേക്ക് വരാം. ഓക്കെ, ഹോട്ട് ബിറ്റിലോട്ട് വരാം. ഓക്കെ, ഹോട്ട് ബിറ്റിലോട്ട് വന്നിട്ട് നമ്മുടെ ഈ യൂസേഴ്സിന് എല്ലാവർക്കും അറിയുന്ന ഒരു എക്സ്ചേഞ്ചാണ് ഹോട്ട് ബിറ്റ്. ഓക്കെ, ഈ ഹോട്ട് ബിറ്റിൽ നിങ്ങൾ ഹോമിൽ വന്നിട്ട് ഈ ഹോട്ട് ബിറ്റിൽ എന്ത് ചെയ്യുക, കുറച്ച് എമൗണ്ട് ഒരു $5-10 എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് അതിൽ നിങ്ങളുടെ $, ഉണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് $, ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുക. നിങ്ങളുടെ ബിനാൻസ് P2P വഴിയോ ബിനാൻസ് വെച്ചിട്ടോ എവിടെന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ജിയോടെക്സ് അല്ലെങ്കിൽ CoinDesk എന്ന് പറയുന്ന എക്സ്ചേഞ്ചുകൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഹോട്ട് ബിറ്റിലേക്ക് ഒരു $10 സെറ്റ് ചെയ്യുക. ഓക്കെ, സെൻഡ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കും. നമ്മുടെ ക്രിപ്റ്റോ യൂസേഴ്സ്ക്ക് ഓൾറെഡി ഒരു 90% അബവ് ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയുന്നുണ്ടാകും. ഓക്കെ, എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് എന്ന് പറയുന്ന അവിടെ ജസ്റ്റ് ഇവിടെ സെർച്ച് ബാറിൽ പോയിട്ട് ഡോൺ എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 500 അല്ലെങ്കിൽ 600 കോയിൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബൈ ചെയ്ത് വെക്കാം. ഓക്കെ, ഇവിടെ ബൈ ചെയ്ത് വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ നീന്തുന്നുണ്ട് ഒരു 109 കോയിൻസ് ഞാൻ ഇപ്പോൾ എന്തിനുണ്ട്, വാങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിവിടെ വെക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേക്കിങ് ചെയ്യുന്നതൊക്കെ എന്താണ്, നമ്മളെ ഹോട്ട് ബിറ്റിൽ എന്ത് ചെയ്യില്ല, സ്റ്റേക്കിങ്ങിൻ്റെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇത് സ്റ്റേക്കിങ് ചെയ്യേണ്ടത് ഡ്യൂണെക്സ് എന്ന് പറയുന്ന കോയിന് ഒഫീഷ്യലായിട്ടൊരു വെബ്സൈറ്റ് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ആ വെബ്സൈറ്റിലാണ് ഇതിൻ്റെ സ്റ്റേക്കും കാര്യങ്ങളും നടക്കുന്നത്. ഇനി എന്ത് ചെയ്യും, നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നെക്സ്റ്റ് ലിസ്റ്റിംഗ് ചിലപ്പോൾ നമ്മുടെ ബിനാൻസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുകയും അതിൻ്റെ പ്രൈസ് കൂടി അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. മാത്രമല്ല ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് അത്യാവശ്യം ഏറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെയിലി തന്നെ ഏൺ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് വിഡ്രോ ഇപ്പോൾ ചെയ്യണമെന്ന് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാം. ഓക്കെ, ഇനി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വരുന്നൊരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും നിങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അർഷദ് പോപ്സ് എന്ന് പറയുന്നത് എൻ്റെ യൂസർ നെയിമാണ്. നെക്സ്റ്റ് എൻ്റെ ഫുൾ നെയിം. അതിനുശേഷം നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കുക. യൂസർ നെയിം നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി എക്സിസ്റ്റ്, അപ്പോൾ ഒരു അണ്ടർസ്കോറൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും വല്ല വാല്യൂം പുള്ളിയും ചേർത്തിട്ട് എന്ത് ചെയ്യുക, ഒരു യൂസർ നെയിം സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെലക്ട് കൺട്രി ഏതാ വെച്ചാൽ സെലക്ട് ചെയ്യുമ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യയുടെ ഓക്കെ GHI ഇന്ത്യ സെലക്ട് ചെയ്തു. അപ്പോൾ കൺട്രി 91, പിന്നെ വാട്സപ്പ് നമ്പർ എത്ര കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇമെയിൽ ID കൊടുത്തതിന് ശേഷം OTP കൊടുക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം അത് കൺഫേം പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യുക, അഗ്രി എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ടിക്കറ്റ് കൊടുക്കുക. ഞാനൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഇമെയിലിൻ്റെ OTP വരുന്നത് നമ്മുടെ ജിമെയിലിൽ. ഓക്കെ, ഈ ഇമെയിലിൻ്റെ OTP എവിടെ വന്ന് കിടക്കാമെന്ന് അറിയുമോ, നമ്മുടെ ജിമെയിൽ എടുത്തിട്ട് ഇവിടെ 3 ലൈനല്ല ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സ്പാം എന്നുള്ള ഓപ്ഷൻ ആവും.
ഓക്കെ, എനിക്ക് വന്നത് സ്പാമിലാണ്. ചിലവർക്ക് എന്ത് ചെയ്യും കറക്റ്റ് എന്തെങ്കിലും ഈ ഇവിടെ തന്നെ വരും, പക്ഷേ എൻ്റെ വന്നത് സ്പാമിലാണ്. അപ്പോൾ നിങ്ങൾ സ്പാമിൽ പോയിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അഥവാ അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇൻ്റർഫേസിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സ്പാമിൽ പോയിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളോട് എന്ത് ചെയ്യും, ലോഗിൻ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ യൂസർ നെയിമും അതുപോലെ പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതിൽ ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഇൻ്റർഫേസാണ് ഇതിൻ്റെ ഡാഷ്ബോർഡാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം ഇപ്പോൾ ഡ്യൂണക്സ് കോയിൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് TRC20. ഓക്കെ, നമ്മൾ TRXൻ്റെ ഒക്കെ TRC20 എന്ന് പറയുന്ന ഒരു എക്സ്പ്ലോററിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് കാലത്തിന് തന്നെ ഫ്യൂച്ചറിൽ ഇതിൽ ഒരു ഓൺ എക്സ്പ്ലോററായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെങ്ങനെ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആ ഹോട്ട്ബിറ്റിലിരിക്കുന്നത്, നിങ്ങൾ ഏത് ഹോട്ട്ബിറ്റ് എക്സ്ചേഞ്ചിൽ നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഹോട്ട്ബിറ്റിൽ നിന്ന് നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സ്ചേഞ്ചിലോട്ട് നമ്മൾ ആക്കണം. ഓക്കെ, ഇതിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ മോള് കണ്ടോ, ഓക്കെ കണ്ടില്ലേ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇതിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്തുണ്ട്, ജസ്റ്റ് ഇവിടെ നമ്മുടെ അർഷദ് പോപ്സ് എൻ്റെ യൂസർ നെയിം ഉണ്ട്, നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുത്താം, നിങ്ങളുടെ ഫോൺ നമ്പർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പോട്ടെ. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു ഫണ്ട് മാനേജ്മെൻറ്റ് സംഭവം ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഡെപ്പോസിറ്റും വിഡ്രോയും കാര്യങ്ങളും ഫുൾ ഇവിടെയാണ്. അതുപോലെ തന്നെ വിഡ്രോ ഹിസ്റ്ററി, നമ്മൾ എത്ര എമൗണ്ട് ഇതിൽ വിഡ്രോ അടിച്ചു, എല്ലാ കാര്യങ്ങളും കാണുന്നത് ഈ ഫണ്ട് മാനേജ്മെൻറ്റിലാണ്. നെക്സ്റ്റ് നമ്മുടെ വാലറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഈ വാലറ്റിൽ എത്ര, ഓക്കെ മെയിൻ വാലറ്റിൽ എന്താണ് ക്രിപ്റ്റോ ബാങ്ക്. ഈ മെയിൻ വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേക്ക് ചെയ്ത എമൗണ്ട് ഉണ്ടാവുമല്ലോ, അതാണ് ഈ മെയിൻ നെറ്റ് വാലറ്റിൽ കാണിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ക്രിപ്റ്റോ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ട്ബിറ്റിൽ നിന്ന് ഇതിലേക്ക് കൊണ്ടുവന്ന എമൗണ്ട് ഉണ്ടാവില്ലേ, അതാണ് ക്രിപ്റ്റോ ബാങ്ക്. മെയിൻ വാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിലുള്ള വാലറ്റ്, നമ്മൾ എത്ര എമൗണ്ട് ഇതിൽ സ്റ്റേക്ക് ചെയ്യാതിട്ടു ആ എമൗണ്ടാണ് മെയിൻ വാലറ്റ്. ഓക്കെ, പിന്നെ നമ്മുടെ ഇൻകം ഹിസ്റ്ററി, നമ്മുടെ എങ്ങനെയൊക്കെയാണ് ഡെയിലി പ്രോഫിറ്റ് ഇൻകം കാണും, റെഫറൽ ഇൻകം ഉണ്ട്. ഇതിൽ റെഫറൽ ഇൻകം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം. ഓക്കെ, റെഫറൽ ഇൻകം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്തു, അവനൊരു എന്ത് ചെയ്തു, അവനൊരു 10,000 കോയിൻസ് എന്ത് ചെയ്തു, ബൈ ചെയ്തു. ഓക്കെ, അവർ 10,000 കോയിൻസ് ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 50% കോയിൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് അപ്പോൾ 10,000 നിന്ന് 50% പറയുമ്പോൾ അതിൽ നിന്ന് 5,000 കോയിൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഫൈൻ, ക്ലിയർ ആയല്ലേ, ഇതാണ് സംഭവം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൊരു മൈ റെഫറൽസ്, ടോട്ടൽ ടീം, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. റെഫറൽസ് ആരൊക്കെയാണ്, ടീം എത്ര ടീമുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ചെയിൻ പോലെയാണ് പോകുന്നത്. നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെ ഒരു ചെയിൻ ബൈ ആയിട്ടാണ് ഇത് പോകുന്നത്. നിങ്ങളുടെ റെഫർ ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റെഫർ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങളുടെ റെഫർ ലിങ്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ സപ്പോർട്ട് ടീമുണ്ട്. പാസ്വേഡ് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ആക്കാം, ലോഗൗട്ട് ചെയ്യുകയാണെങ്കിൽ ലോഗൗട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ വന്നതിലേക്ക് തന്നെ കിടക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ഡ്യൂണക്സ് കോയിൻ ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ് ഫണ്ട് മാനേജ്മെൻറ്റിൽ ഇപ്പോൾ ഫണ്ട് മാനേജ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഫണ്ട് മാനേജ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെപ്പോസിറ്റ് TRX ഓർ ഡോൺ എന്നുണ്ടാവും. ഓക്കെ, TRXൻ്റെയും ഡിയോണിൻ്റെയും സെയിം അഡ്രസ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്റ് TRX ഓർ ഡോൺ എന്നുണ്ടാവും. ജസ്റ്റ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, നമുക്കൊരു അഡ്രസ്സ് തരും. ഇതാണ് നമ്മുടെ അഡ്രസ്സ്. അത് ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് QR കോഡ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ യൂസ് ചെയ്യും. ഞാനിവിടെ എന്ത് ചെയ്തു, ഇത് യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് നിന്ന് കോപ്പി കൊടുത്തു. ഓക്കെ, ആ അഡ്രസ്സ് കോപ്പി ചെയ്തതിന് ശേഷം നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, അഗൈൻ നിങ്ങൾ ഹോട്ട്ബിറ്റിലേക്ക് റിട്ടേൺ ബാക്ക് അടിക്കാം. ഹോട്ട്ബിറ്റിലേക്ക് എത്തിയതിന് ശേഷം നിങ്ങൾ ഡോൺ കോയിൻ ഉണ്ടാവും. ഓക്കെ, ഡോൺ കോയിൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യുക. ഓക്കെ, വിഡ്രോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡോണക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കോയിൻ കിടക്കുന്നത് സ്പോട്ടിലാണ്. സ്പോട്ടിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ട്രാൻസ്ഫർ അടിച്ച് എവിടെ ആക്കണം. ഓക്കെ, ജസ്റ്റ് ട്രാൻസ്ഫർ എടുക്കുക. നമ്മുടെ ടോക്കൺ ഏതാണ്, ഡോൺ എന്ത് ചെയ്യുക, ഓക്കെ സ്പോട്ടിൽ നിന്ന് ഫണ്ടിങ് വാലറ്റിലോട്ടാക്കാം.
ഓക്കെ, സ്പോട്ട് വാലറ്റിൽ നിന്ന് ഫണ്ടിങ് വാലറ്റിലോട്ടൊക്കെ, ഫണ്ടിങ് വാലറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ഥലത്തിലേക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ട്രാൻസാക്ഷനൊക്കെ ആ ഫണ്ടിങ് വാലറ്റിലോട്ടാണ് കാരണം നമ്മൾ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ കൺഫേം എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫണ്ടിങ് വാലറ്റിലോട്ട് ഇപ്പോൾ എന്ത് വന്നിട്ടുണ്ടാവും, നമ്മുടെ ഡ്യൂണക്സ് കോയിൻസ് വന്നിട്ടുണ്ട്. റൈറ്റ്, കറക്റ്റ് അല്ലേ? അത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, വിഡ്രോ അടിക്കുക. ഓക്കെ, വിഡ്രോ അടിച്ചതിന് ശേഷം നമ്മുടെ അഡ്രസ്സ് ചോദിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത അഡ്രസ്സ് അല്ലേ, അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. സോറി, ജസ്റ്റ് ഞാനൊരു അഡ്രസ്സ് ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഓക്കെ, ഞാൻ അഡ്രസ്സ് കോപ്പി ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി നിന്ന് ബാക്കൗട്ട് അടിച്ച് ജസ്റ്റ് അഡ്രസ്സ് കറക്റ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത്. ഓക്കെ, അത് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓൾ കോയിൻസ്, അപ്പോൾ 109 കോയിൻസ് ഉണ്ട്. 109 കോയിൻസിൽ 13 കോയിൻസ് ഫീ ആയിട്ട് പോകും. ടോട്ടൽ നമുക്ക് കിട്ടുന്നത് $96.78 ആണ് നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് വിഡ്രോ എന്ന് അടിക്കുക. വിഡ്രോ അടിച്ചിട്ട് നമ്മുടെ ഇമെയിൽ വെരിഫിക്കേഷൻ കോഡും ഗൂഗിൾ വെരിഫിക്കേഷൻ കോഡും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് സെൻഡ് ചെയ്തു. ജസ്റ്റ് നമ്മളെന്ത് ചെയ്തു, നമ്മുടെ ഡ്യൂണക്സ് കോയിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് വന്നു. ഞാൻ ജസ്റ്റ് ഡാഷ്ബോർഡിലെത്തി. ഓക്കെ, ഡാഷ്ബോർഡിലെത്തിയതിന് ശേഷം ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ ക്രിപ്റ്റോ ബാങ്ക്. ക്രിപ്റ്റോ ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്ന് സെൻഡ് ചെയ്യുന്ന എല്ലാ എമൗണ്ടും നേരിട്ട് എത്തുന്നത് എവിടേക്കാണ്, ക്രിപ്റ്റോ ബാങ്കിലേക്കാണ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ക്രിപ്റ്റോ ബാലൻസിന് അവിടെ കണ്ടോ, അപ്ഡേറ്റ് ബാലൻസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യും, നമ്മുടെ ബാലൻസ് എന്ത് ചെയ്യും, അവിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ കറക്റ്റ് ടൈമിൽ നല്ല ഫാസ്റ്റാണ് കേട്ടോ. ഓക്കെ, ക്രിപ്റ്റോ ബാങ്കിലേക്ക് വന്നു. 96.78 മീൻസ് നമ്മുടെ ഡ്യൂണക്സ് കോയിൻ എത്തിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റേക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ സ്റ്റേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഉണ്ട്. ഓക്കെ, സ്റ്റേക്കഡ് കോയിൻസ് കണ്ടില്ലേ, അവിടെ സ്റ്റേക്കഡ് കോയിൻസ് ജസ്റ്റ് അവിടെ എന്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുണ്ട് അവൈലബിൾ കോയിൻസ് 96 ഉണ്ട്. അപ്പോൾ ഞാൻ 96 എമൗണ്ട് എന്ത് ചെയ്യാണ്, സ്റ്റേക്ക് ചെയ്യാണ്. നമ്മുടെ പീരീഡ് സെറ്റ് ചെയ്യാണ്. നമ്മൾ പീരീഡ് എന്ത് ചെയ്യണം, ഒരു 12 മന്ത്സിന് ചെയ്യാണ്. ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 lakh കോയിൻസ് ഉണ്ട്. ഓക്കെ, 1 lakh കോയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 lakh കോയിൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പോൾ 1 lakh കോയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 12% ആണ്. നമ്മളിപ്പോൾ ഒരു 12 മാസം, ഒരു വർഷത്തേക്ക് നമ്മൾ ഇടാന്നുണ്ടെങ്കിൽ 12% ആണ് ഒരു മന്ത്ലി നമുക്ക് എന്തുണ്ട്, 12% മന്ത്ലി നമുക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടും. അപ്പോൾ 1 lakh കോയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 12,000 അല്ലേ, 12,000 കോയിൻസ് എന്ത് ചെയ്യും, നമുക്ക് മന്ത്ലി പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു കോയിൻ്റെ വില 1 രൂപയാണ്. അപ്പോൾ 12,000 ഇൻറ്റു 1 രൂപ 12,000 കിട്ടും. നിങ്ങൾ ആലോചിക്കുക, അത് 2 രൂപയാണെന്നുണ്ടെങ്കിലോ 12 ഇൻറ്റു 24, അത് 3 രൂപയാണെന്നുണ്ടെങ്കിലോ, അപ്പോൾ അതെങ്ങനെ ഇരട്ടി നല്ല പ്രോഫിറ്റ് അടിക്കാം. ഓക്കെ, ഇതാണ് കളി. ഓക്കെ, മനസ്സിലായല്ലോ? സെറ്റല്ലേ, മൈൻഡ് സെറ്റല്ലേ? ഇതാണ് നമ്മുടെ പരിപാടി. ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുക. ഉടനെ എന്ത് അവിടെ അപ്ഡേറ്റ് അടിക്കും. ഓക്കെ, സക്സസ്ഫുള്ളി സ്റ്റേക്കഡ്. ഓക്കെ, നമ്മളിനി എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ ഹോമിലോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു, സ്റ്റേക്കിൽ വന്നു കണ്ടോ, 96 കോയിൻസ് സ്റ്റേക്കഡ് കോയിൻസ് വന്നു. ഇനി ജസ്റ്റ് നമ്മൾ ഡാഷ്ബോർഡിനെ കുറിച്ചൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഡെയിലി പ്രോഫിറ്റ് നമുക്ക് ഓരോ ദിവസം എത്ര പ്രോഫിറ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ 96 കോയിൻസിൻ്റെ ഒരു 12% എത്രയാണ്, 0 something എന്തോ ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഡെയിലി പ്രോഫിറ്റായിട്ട് ഇവിടെ ഇങ്ങനെ കാണിക്കും. ജസ്റ്റ് നെക്സ്റ്റ് എന്ന റഫറൽ വാലറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാളിപ്പോൾ 10,000 കോയിൻസ് വാങ്ങുന്നെങ്കിൽ ആ ഒരു 50% നമുക്ക് കിട്ടും. അപ്പോൾ 5,000 കോയിൻസ് എവിടെ വരിക, നേരെ ഇവിടെ വരിക. ഓക്കെ, റഫറൽ വാലറ്റിലാണ് അത് വന്ന് കിടക്കാം. നെക്സ്റ്റ് ഇവിടെ ഒരു എയർ ഡ്രോപ്പ് ഉണ്ട്. ഇപ്പോൾ എയർ ഡ്രോപ്പ് വെറുതെ ഒരു എയർ ഡ്രോപ്പ് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. നേരത്തെ ഒരു എയർ ഡ്രോപ്പ് വന്നിരുന്നു അവരുടെ കമ്മ്യൂണിറ്റി, ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ ട്വിറ്റർ കമ്മ്യൂണിറ്റിയിലൊക്കെ ജസ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ 500-600 എന്തോ കോയിൻസ് കൊടുക്കുന്നത്. അത് നേരെ വരുന്നത് അവിടുത്തെ എയർ ഡ്രോപ്പ് വാലറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇനി ഇത് എങ്ങനെ വിഡ്രോ അടിക്കും, എങ്ങനെ ഡെയിലി ഇപ്പോൾ പ്രോഫിറ്റ് വന്നതിന് എങ്ങനെ വിഡ്രോ അടിക്കും എന്നൊക്കെയുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നമുക്ക് ഡെയിലി പ്രോഫിറ്റ് ഇവിടെ എത്തൂലേ, ആ ഡെയിലി പ്രോഫിറ്റ് ഇവിടെ എത്തിക്കാൻ നിങ്ങൾക്ക് എന്ത് പറ്റും, ട്രാൻസ്ഫർ ടു ഈ മെയിനറ്റ് വാല്യൂലേക്ക് ആക്കാൻ പറ്റും. ഓക്കെ, എന്ത് കിട്ടും, ഇവിടെ പ്രോഫിറ്റ് വന്നു അപ്പോൾ തന്നെ മെയിനറ്റ് വാല്യൂലേക്ക് ആക്കാം. ഓക്കെ, മെയിൻ വാല്യൂയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, വിഡ്രോ അടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എല്ലാത്തിലും ഉണ്ടാവും ട്രാൻസ്ഫർ ടു മെയിൻ എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരെ ഇതിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ വിഡ്രോ അടിക്കാമെന്ന് പറയാം. ഓക്കെ, ഇവിടെ കണ്ടോ ഫണ്ട് മാനേജ്മെൻറ്റ് എന്നുണ്ടാവും. ഫണ്ട് മാനേജ്മെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വിഡ്രോ ഡോൺ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, മൂന്നാമതായിട്ടുള്ള തേർഡ് ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. വിഡ്രോ ഡോൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് നമുക്കൊരു ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ പാസ്വേഡ് കൊടുക്കുക, ഒരു കൺഫേം പാസ്വേഡ് കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, നമ്മുടെ
മെയിലിലേക്കൊരു OTP വരും. ഉണ്ടോ, മെയിലിലേക്കൊരു OTP, ആ ഗെറ്റ് OTP കൊടുത്തിട്ട് ആ OTP അവിടെ വെരിഫിക്കാം. ഓക്കെ, ഇതിൽ അപ്പോൾ നിങ്ങൾ എന്ത് ജസ്റ്റ് ഒന്ന് 2 പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്തു. ഓക്കെ, ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഇതിലേക്ക് നമ്മളെ ഫണ്ട് മാനേജ്മെൻറ്റിലേക്ക് വരിക, വിഡ്രോ ഡോൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി എവിടെയാണ് നമ്മുടെ കളി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വിഡ്രോ വാലറ്റ് എവിടെയാണ്, മെയിൻ വാലറ്റ് അറിയില്ലേ, നമ്മൾ മെയിൻ വാലറ്റ് നിന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു കാര്യം എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 5000 കോയിൻസ് എന്ത് ചെയ്തു, നമ്മൾ 5000 കോയിൻസ് നേരെ എന്ത് ചെയ്തു, നമ്മൾ ഹോട്ട്ബിറ്റിൽ നിന്ന് നമ്മുടെ ഈ സ്റ്റേക്കിംഗ് ഈ വെബ്സൈറ്റിലോട്ട് ഇട്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം 5000 വിടേണ്ടിയെന്നില്ല, 2000 മതിയായിരുന്നു നിങ്ങൾ വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ നെയ്സിൽ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് റിട്ടടിക്കുക. അത് എവിടെ നിന്നാണ്, വിഡ്രോ വാലറ്റ് എന്ത് ചെയ്യുക, ഇവിടെ ക്രിപ്റ്റോ ബാങ്ക് എന്ന് സെറ്റ് ചെയ്യുക. അതാണ് വേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ വാലറ്റാണ്. നമ്മളിപ്പോൾ സ്റ്റേക്കൊക്കെ ചെയ്ത് നമ്മൾ ഡെയിലി പ്രോഫിറ്റ് എന്ത് ചെയ്തു, നേരെ മെയിൻ വാലറ്റിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ മെയിൻ വാലറ്റ് നമ്മൾ നേരെ വിഡ്രോ അടിക്കണം. അപ്പോൾ നമ്മൾ അവൈലബിൾ ബാലൻസ് എത്ര കൊടുക്കുക, നമ്മൾ എത്ര ബാലൻസ് ഉണ്ട് അത് ഇവിടെ കൊടുക്കാം. എത്ര വിഡ്രോ എമൗണ്ട്, മിനിമം ഒരു 100 അപ്പോൾ നിങ്ങൾക്ക് മിനിമം 100 ഉണ്ടോ, അങ്ങനെയല്ല തോന്നുന്നില്ല. ഓക്കെ, മിനിമം 100 ഓക്കെ, ഞാൻ എവിടെ ഒരു ഇതിൽ കണ്ടു മിനിമം 100 എന്നൊക്കെ. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് 100, ഒരു 50 എത്ര എമൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിഡ്രോ അടിക്കാം. ഇനി വിഡ്രോ വാലറ്റ്, ഏത് വാലറ്റിലോട്ടാണ് നിങ്ങൾക്ക് വിഡ്രോ അടിക്കേണ്ടത്, ഈ അഡ്രസ്സ് എവിടെ നിന്നാണ് കിട്ടുക, വിഡ്രോ വാലറ്റ് ഏതാണ്, ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ വിഡ്രോ വാലറ്റോടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഹോട്ട് ബിറ്റ് എഗെയിൻ നമ്മുടെ ഹോട്ട് ബിറ്റ് എടുക്കാം. ഓക്കെ, ഹോട്ട് ബിറ്റ് പോയോ, 1 മിനിറ്റ്, ഹോട്ട് ബിറ്റ് എടുക്കട്ടെ. ഓക്കെ, ഹോട്ട് ബിറ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ജസ്റ്റ് ഇവിടെ നമ്മുടെ ഡോണിന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ട് ഇവിടെ നമ്മുടെ ഡോണിനകത്ത് ഓൾറെഡി സെർച്ച് ചെയ്തിട്ടുണ്ടാവും. അതിൽ ജസ്റ്റ് ഉണ്ടാവും ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഡെപ്പോസിറ്റ് ചെയ്യണം. ഈ അഡ്രസ്സ് എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യാം. ഓക്കെ, ഈ അഡ്രസ്സ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ന് മിനിമം റിക്വയർമെൻറ്റും കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ സീനില്ല. ഓക്കെ, ആകെ ഒരു 1 നെറ്റ്വർക്ക് കൺഫർമേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇത് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ അവിടെ ഈ വിഡ്രോ വാലറ്റിൽ അവൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ അഡ്രസ്സ് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പൊന്ന് സെറ്റ് ചെയ്തില്ലേ, ആ പാസ്വേഡ് ഒന്ന് ജസ്റ്റ് കൊടുക്കുക, വിഡ്രോ അടിക്കുക. ജസ്റ്റ് ഒരു സെക്കൻഡ്സിനകം എന്ത് ചെയ്യും, നമുക്കിവിടെ ക്രെഡിറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയും നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, ഇനി ഇപ്പോൾ നിങ്ങൾ വാങ്ങില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ, നല്ലൊരു സ്റ്റേക്കിംഗ് പ്ലാൻ കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഇൻവോൾവ് ആയിട്ട് മാക്സിമം നിങ്ങൾ നല്ലൊരു പ്രോഫിറ്റ് അടിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫുൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. നല്ലൊരു ആൻസർ, മിനിമം ഒരു $2 വാങ്ങിയിട്ടിട്ട് ഒരു 100-110 കോയിൻസ് വാങ്ങിയിട്ടിട്ട് സ്റ്റേക്ക് ചെയ്യിടാം. ഭാവിയിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. പോവുകയാണെന്നുണ്ടെങ്കിൽ 10-500 രൂപ മാത്രമേ പോവുള്ളൂ. ഓക്കെ, കിട്ടുകയാണെങ്കിലോ ആയിരങ്ങളും ലക്ഷങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മൈൻഡ് സെറ്റോടെ തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ കിട്ടും. ഓക്കെ, ബൈ, ദിസ് ഈസ് ക്രിപ്റ്റോ മജീഷ്യൻ. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരും കൂടെ നിൽക്കുക. ബൈ, താങ്ക് യു, ക്രിപ്റ്റോ മജീഷ്യൻ.